നാക് അക്രഡിറ്റഡ് ആയിട്ടുള്ള കാരണം വെച്ചാൽ ഒരു നാക്കിലാണ് ഇവര് നിൽക്കുന്നത് പേരില്. നാക് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് ഇവരൊക്കെ വരുന്നത്. ഒരു നാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്താ വെച്ചാല് സീനിയർ ഉണ്ട് ഇവിടെ. ഏത് കോളേജിലാ? MES മമ്പാടോ? ഇജോ കാര്യത്തില് മമ്പാടിലെ ഏത് സബ്ജക്ട്? ഫുഡ് ടെക്നോളജിയോ? അതിന്റെ എന്ത് ടെക്നോളജി? അത് എന്ത് ഇഷ്ടം എനിക്ക് ഫുഡിന്റെ? എന്താ ആ ഫീൽഡായിട്ട് എന്ത് ബന്ധം എനിക്കുള്ളത്? എന്താവുക ഫുഡ് ടെക്നോളജി? എഴുതി വെച്ചേക്കാ എന്ത് ഫുഡ് ടെക്നോളജി പഠിച്ചാൽ എന്തൊക്കെ ആവുന്നോ? അത് നോക്കിക്കാ ഫോട്ടോത്തില്. ഇതൊക്കെയാണല്ലോ മറ്റേ പുതുതലമുറയുടെ വിദ്യാഭ്യാസം തേടി പോണത്. ഫുഡ് ടെക്നോളജി പഠിച്ചാൽ എന്തൊക്കെയാ ആവുക എന്നുള്ളത്. അതായത് മറ്റേ ഊട്ടിയിൽ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അവിടുത്തെ ഫുഡ് ടെസ്റ്റ് ചെയ്യണേ. മറ്റേ മൈസൂരുണ്ട്, സൗദിയിലത്തെ ചോക്ലേറ്റ് ഫാക്ടറി ടെസ്റ്റ് ചെയ്യാം. ഉണ്ടാവും. ഒരു മാച്ചും അല്ലാത്തൊരു പണിയാണ്. ഇതൊരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോകണമെന്ന് ആലോചിക്കുക. ആട്ടി ഓടിക്കും, ഫോർമൽ ഡ്രസ് ഇടും. അങ്ങനെ ഒന്ന് കാണാൻ പറ്റും നമുക്ക്. നാസറിന്റെ കല്യാണത്തിന് അങ്ങനെ വരുമോ? ഈ ഫുഡ് ഇൻസ്പെക്ടർ ആയിട്ട് പോണ ഫുഡ് ഇൻസ്പെക്ടർ ആണോ? ഫുഡ് അതൊക്കെ ഉണ്ട്. അതാണോ? അതല്ല, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിയാണോ? അത് വലിയ ജോലിയാ. അങ്ങനൊക്കെ ഉണ്ട്. ജോലി കിട്ടും ഫുഡ് ടെക്നോളജി പഠിച്ചാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ആകാന്നോ? ഫുഡ് ഗവൺമെന്റില് ഫുഡ് ഇൻസ്പെക്ടർ ഒഴിവുള്ള സീറ്റിൽ ബാങ്ക് കയറി കണ്ട് അടുപ്പിച്ചെടുത്തൂലേ? അങ്ങില്ല പൊങ്ങ ആവണ്ട എഴുതിട്ട് വെറുതെ നടക്കണ്ട വിചാരിച്ചാണ്ട് ഫുഡ് ഇൻസ്പെക്ടർ ആണ് പഠിച്ചത്. പക്ഷെ ഹെൽത്ത് കമ്മീഷണറോ ആകാതെ വേണമെങ്കിൽ. യൂണിഫോമിന്റെ കളർ എന്താ? അത് ഞാൻ ഒരു അതന്നെ റീല് കണ്ട ഒരു റോസ് ഷർട്ട് ഇട്ട് അന്നെ ചാമ്പിട് ചെറുക്കന്മാര്. അതെന്താ മമ്പാട് കോളേജില് മമ്പാട് കോളേജിൽ നമ്മൾ ഇതുവരെ പരിപാടിക്ക് പോയിട്ടില്ല കേട്ടോ. കുറച്ചടുത്തായിട്ട് നമ്മൾ വരേണ്ടി വരും. ജില്ലോണ്ട് നമ്മൾ വരേണ്ടി വരും. ഇനി മമ്പാട് കോളേജിലാണ് എല്ലാവരും. നെജ്മ മമ്പാട് കോളേജിലാണ്, ഇഫ്ര മമ്പാട് കോളേജിലാണ്, ഇജു മമ്പാട് കോളേജിലാണ്, റായിഫ് മമ്പാട് കോളേജിലാണ്. നാട്ടിലല്ലേ പരിപാടി ഉണ്ടെ വിളിക്കോ? അപ്പം സഫാൻക്ക് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് നേരത്തെ തന്നെ എത്തിക്കണ്ടോ? സഫാൻക്ക് പെട്ടു. വ്ളോഗിലാണ്ട് പെടുമ്പോ അവിടെ നിൽക്കലാണ് സഫാൻക. ഇന്ന് നമുക്ക് 1-2 മീറ്റിംഗ് ഉണ്ട് അല്ലേ സഫാൻക? അപ്പൊ വീട് പണിയുമായി ബന്ധപ്പെട്ട കുറച്ച് മീറ്റിംഗ് പരിപാടികളുണ്ട്. ആഫി ബഹുമാനപ്പെട്ട അഫീഫേ അങ്ങില്ല പൊങ്ങ കണ്ട് ഇവിടെ ഫുള്ള് പരീക്ഷണം നടത്തിയിട്ട് ആ വ്ളോഗ് എവിടാ? എടി കുടുങ്ങിയ വ്ളോഗ് 2018 കൊറോണക്ക് ശേഷം അഫീഫ് എടുക്കണ ആദ്യത്തെ വ്ളോഗ്. ഇനി ഇന്നത്തെ വ്ളോഗ് എടുത്തു തുടങ്ങിയപ്പോൾ എഗ്രിമെന്റ് അവിടെ എടുത്ത് വെച്ചാ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എന്തായി? വ്ളോഗ് അങ്ങില്ല പൊങ്ങായി സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഒരു രാസവസ്തുക്കളും കെമിക്കൽസ് ഉപയോഗിച്ചാണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണ്. എന്നിട്ട് അതിൽ തെർമോക്കോൾ ഉറ്റിച്ചാൽ തെർമോക്കോൾ മറ്റേ ദ്രാവകം പോലെ ആവും എന്ന് പറഞ്ഞിട്ട് അത് കുത്തിപ്പിടിച്ച് കുറേ നേരം ഇരുന്ന്. ആദ്യം ഇപ്പം കുറേ കുത്തിപ്പിടിച്ച് കുറേ നേരം ഇരുന്ന്, പിന്നെ അഫീഫ് കുറേ കുത്തിപ്പിടിച്ച് ഞാനും കുറേ ഞങ്ങൾ കുറവ്. അപ്പോൾ വീഡിയോത്തെ പോലെ ആവണല്ല. അപ്പോൾ എന്താ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എന്തോ സാധനം വെച്ചിട്ടാണ് അഫീഫ് ഗ്ലൗസും ശാസ്ത്രീയ വശങ്ങളൊന്നും ഇല്ലാതെ പരീക്ഷണം നടത്തിയത്. എന്നിട്ട് എന്ത് ചെയ്തിരിക്കണേ? ഇപ്പച്ചി അടിച്ചിട്ട് നൈസൽ സ്പ്രേൻ്റെ കുറ്റിയുണ്ട്, അതിക്ക് ആസിഡ് നിറച്ചിരിക്കണം. എന്നിട്ട് അതവിടെ ഉണ്ട്. ഇനി എന്നിട്ട് ഞാൻ ചോദിച്ചു അഫീഫ് ഇതിലെന്താ സംഭവം? അത് മറ്റേ ആസിഡ്. അപ്പം അഥവാ മൂക്ക് കെട്ടിക്കാണ്ട് രാവിലെയൊക്കെ മൂക്ക് അടയുന്ന ടൈമിൽ ആ ആസിഡ് എടുത്തോണ്ട് തന്നെ അടിച്ച കുതാവേ ആവൂലേ? ഓൻ വേറെ എവിടെ നിറച്ചിക്കണം അതിൻ്റെ ദ്രാവണം ഇതല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ചെക്കന്മാരെല്ലാവരും 0.5 കിട്ടും. എല്ലാവരും നമ്മൾ കുളത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ്. സൽമാൻ നമ്മളെ കൂട്ടത്തിലെ നീന്തൽ വിദഗ്ധനായിട്ടുള്ള സൽമാൻ 2 പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ധീരതക്കുള്ള അവാർഡ് നേടിയ കേട്ടോ. അത് നിങ്ങൾ കുളത്തിലെത്തിയാലേ അറിയുള്ളൂ സൽമാൻ്റെ സ്കില്ല് എവിടെയാണ് കിടക്കണം എന്നുള്ള. കുളത്തിലെത്തി കറക്കണം. ഫയർഫോഴ്സിന് വിളിച്ചിട്ട് അങ്ങോട്ട് PSC എഴുതാതെ ഗവൺമെൻറ് നിയമനം കൊടുക്കാന്ന് പറഞ്ഞ ഒരേ ഒരു നീന്തൽ വിദഗ്ധനാണ്. അതായത് അത്രയും ഫയർഫോഴ്സുകാർക്ക് പോലും ഇല്ലാത്ത സ്കില്ല് കാര്യങ്ങൾ നീന്തൽ പരിപാടിയിൽ സൽമാൻ ഉള്ളതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഇങ്ങോട്ട് വിളിച്ചു. അന്നത്തെ ആ വകുപ്പിൽപ്പെട്ട മന്ത്രിമാരും എല്ലാവരും പോലീസും എല്ലാവരും ഒന്ന് വിളിച്ച് സംസാരിച്ചു. എങ്ങനെയെങ്കിലും ഫയർഫോഴ്സിന് നാളത്തെ നാടിൻ്റെ അഭിമാനമാകാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിന് ഒരു ഒഴിയാ ബാധയായി മാറാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്നുള്ള സൽമാനോട് ചോദിച്ചു. പക്ഷെ എന്താ സൽമാൻ പോയില്ല. അതെന്താ വെച്ചാൽ സൽമാൻ പ്രൊഫഷണലി അതിൽ ഇതാണ്, ഭയങ്കര ടാലന്റഡ് ആണ്. പക്ഷെ എന്താ വെച്ചാൽ അതായത് കുളത്ത് ചാടിയാൽ വേർക്കാതെ എത്ര നീന്തിയാലും കുളത്ത് ചാടിയാൽ വേർക്കാതിരിക്കാനുള്ള ഒരു സ്കില്ലാണ് സൽമാന് ഭയങ്കരമായിട്ട് പടച്ചോൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബ്ലാക്കൊക്കെ ഇട്ട് ഇവിടെ 2 ടീം നിൽക്കുന്നുണ്ട് കേട്ടോ. കോളേജ് തീരുമാനമായിട്ടില്ല.
കൊളെങ്കിൽ കുളം തീരുമാനം. നബീലിന്റെ അസിസ്റ്റന്റോ? ജിമ്മിന്റെ. അപ്പൊ ജിമ്മിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ കല്യാണ വീടുകളിൽ പോവാണ്. നല്ല പണിയാട്ടോ, കറക്റ്റ് പണിയെടുക്കും. മാസം 10,000 നഷ്ടമാണ് മണ്ട. ഐറ്റംസ് എന്തെങ്കിലും ഇട്ടു അപ്പം. ഐറ്റംസ് ഉണ്ടോ? ഐറ്റംസ് എന്തേലും ചെയ്, പന്ത് കാട്ടി നിർത്താല്ലേ. അപ്പൊ മമ്പാട് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിക്കോളിട്ടോ. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പം ടേക്കണാണോ? കുട്ടിയായോ? ടേക്കണാണോ ചേച്ചി? കാതലായ നെഞ്ചോയക്കമാനെ. അപ്പൊ സുഹൃത്തുക്കളെ പോവല്ലേ? അപ്പോൾ നമ്മൾ കുളത്തിലേക്ക് പോവുകയാണ്. കുളം വരെ പോയിട്ട് എന്തൊക്കെയാണ് കുളത്തിൽ, മീനുകളുണ്ടോ, കുളത്തിൽ വെള്ളമുണ്ടോ, മഴക്കാലമായിട്ട് കുളം, അതായത് മഴക്കാലം, ഈ ഒരു മഴക്കാലം എങ്ങനെ കുളങ്ങളെ ബാധിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സൽമാൻ ഫയർഫോഴ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണും മുമ്പേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് 5 മണിക്ക് ഈ വ്ളോഗ് വരുന്നതിൻ്റെ മുന്നേ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. കരിമിഴി കണ്ണാലെ എന്ന് പറഞ്ഞ എല്ലാവരും യൂട്യൂബിൽ ചെക്ക് ചെയ്യുക. ലൂപ്പ്ഡ് ഇൻ, അതുപോലെ ഡിവോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, ലൂപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് LOPD എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഞാനും അഗ്നിസാറും ചെയ്തിട്ടുള്ള, അഗ്നിസാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, നമ്മളെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയും അഗ്നിവേഷും ഞാനും ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ പാട്ടായിട്ടുള്ള കരിമിഴി കണ്ണാലെ നിന്നെ കാണുന്നേരം തൊട്ട് പിന്നാലെ തലയും തന്നാലെ ഞാൻ തേടിയാലയൊന്നു പുന്നാരെ ഉച്ചിക്കുറുക്കാൽ ട്യൂണുമാരിലൊരു നുണയാം കട്ടിക്കുറുമ്പാൽ തനന മുത്തുമഴ നനയാം അഴകേനി തരരാര തരരാര തരരാ 17 പവിഴങ്ങൾ തനനാന നനന മുന്തിരിച്ചാറിന്റെ കള്ളോരം നിന്റെ അമ്പിളി മാനത്ത് കിന്നാരം പനങ്കള്ളിന്റെ ചേലത്തെ മുത്താരം മുത്തിയച്ചാറും കുട്ടിക്കൊണ്ടാറാട്ടും മുന്തിരിച്ചാറിന്റെ കള്ളോരം നിന്റെ അമ്പിളി മാനത്ത് പഠിക്കാം ബ്രോ. മുന്തിരിച്ചാറിന്റെ 2 വരി. ഏതൊരാളും പാട്ടൊന്നും ഇല്ലാതെ ജനിക്കണില്ല ലോകത്ത്. കുറച്ചൊക്കെ ഒരു മനുഷ്യന് വയ്ക്കും പഠിച്ചോ. അങ്ങനെ ഫിറ്റ് എവിടെയാ വെക്കണേ കേട്ടോ?